അല്ലാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. സകരിയ മറിയമിന്റെ രക്ഷാധികാരിയാകും. സകരിയ മറിയമിനായി മാത്രം ദേവാലയത്തിൽ ഒരു പ്രത്യേക ഉയർന്ന അറ നിർമ്മിച്ചു. അവൾക്ക് ആരാധിക്കാനും പഠിക്കാനും വളരാനും ലോകത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഒരിടം. അദ്ദേഹത്തിന് മാത്രം പ്രവേശനമുള്ള ഒരിടം. ഈ അനുഗ്രഹീത കുഞ്ഞിനെ വളർത്തുന്നതിനായി അദ്ദേഹം സ്വയം സമർപ്പിച്ചു. മറിയം ദേവാലയത്തിനുള്ളിൽ വളർന്നു, ലോകത്തിന്റെ ബഹളത്തിൽ നിന്ന് അകന്ന്. അവൾ തന്റെ ദിവസങ്ങൾ നമസ്കാരത്തിലും ആരാധനയിലും അല്ലാഹുവിന്റെ സ്മരണയിലും ചെലവഴിച്ചു. അവൾ മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ ആയിരുന്നില്ല. അവളുടെ ഭക്തി, അവളുടെ പരിശുദ്ധി, അവളുടെ നിഷ്ഠ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. സകരിയ മറിയമിന്റെ അറയിൽ കടക്കുമ്പോഴെല്ലാം അദ്ദേഹത്തെ നിർത്തിക്കളയുന്ന ഒന്ന് കണ്ടെത്തി. പുതിയ പഴങ്ങൾ, കാലത്തിനനുസരിക്കാത്ത ഭക്ഷണം, വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. അദ്ദേഹം ചോദിച്ചു, മറിയമേ, ഇത് എവിടെ നിന്ന് വരുന്നു? അവൾ പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു. അങ്ങനെ ആ പുണ്യ ദേവാലയത്തിനുള്ളിൽ, ആ ചെറിയ തിളങ്ങുന്ന ജനലിനു പിറകിൽ, ലോകത്തെ എന്നേക്കും മാറ്റാൻ പോകുന്ന ഒരു പെൺകുഞ്ഞ് വളരുകയായിരുന്നു. അവളുടെ